എപ്പോഴും വരണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണിപ്പോൾ. നമ്മുടെ കാര്യങ്ങളിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് സാധിക്കും എന്നുള്ള ഉറപ്പോടു കൂടിയാണ് വരുന്നത്. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അതിന്റെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 8ാമത്തെ പ്രാവശ്യം വന്നിരിക്കുന്നത്. ദിവസവും നൂറുകണക്കിന് ഭക്തരെത്തുന്ന പാരിപ്പള്ളി, കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലുള്ള വവ്വാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. നൂറുകണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും തങ്ങളുടെ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങളാണ് അവർക്ക് വിവരിക്കാനുള്ളത്. പലരും അവരുടെ പല ആവശ്യങ്ങളും, നടക്കില്ല എന്ന് കരുതിയ പല ആവശ്യങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന്നു എന്നാണ് പലരും അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചില ഭക്തരുടെ അനുഭവങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. എന്താണ് ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ജയ. എവിടെ നിന്നാണ് വരുന്നത്? വെഞ്ഞാറമൂട്. ഓക്കെ. എന്താണ് ചേച്ചിക്ക് ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം ചേച്ചിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? 2ാമത്തെ ദിവസമാണ് വരണത്. പിന്നെ ഹസ്ബൻഡിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് വന്നത്. എന്താ ജോലി ആവശ്യമാണോ? ജോലിയുടേതായിട്ട്. ഹസ്ബൻഡ് എന്താ ജോലി? ഹസ്ബൻഡ് പുറത്തായിരുന്നു. അപ്പോൾ നിന്ന കമ്പനിയിൽ കോണ്ടാക്ട് കഴിഞ്ഞ് ഇവിടെ നാട്ടിലുണ്ടായിരുന്നു. ഒരു 10-20 ദിവസം, 1 മാസത്തെ ലീവിന് വന്നതാണ്. അപ്പം ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത്, അവിടെ കമ്പനിയിൽ നിന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത്, പിന്നെ അപ്പം ഒത്തിരി കൂടുതൽ ദിവസം ഇവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോഴേ അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോഴേ വിളിക്കാൻ ഇത്തിരി താമസം വന്നപ്പോഴത്തേക്ക് നമ്മളിവിടെ വന്നതാണ്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിന് വിദേശത്തായിരുന്നു ജോലി. അവിടെ നിന്ന് ആ ജോലി നഷ്ടപ്പെട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാം. കമ്പനിയിൽ കോണ്ടാക്ട് കഴിഞ്ഞതാണ്. അപ്പോൾ കോണ്ടാക്ട് കഴിഞ്ഞ് അപ്പോൾ ചിലപ്പോൾ ഒരു 6 മാസം, ചിലപ്പോൾ ഒരു വർഷമൊക്കെ ചിലപ്പോൾ കമ്പനി വീണ്ടും പുതിയതായിട്ട് കോണ്ടാക്ട് കിട്ടാനായിട്ട് എടുക്കും. അപ്പം വേറൊരു കമ്പനിയിലത്തേക്ക് അവർ വിടണം, ജോലിക്ക് വേണ്ടിയിട്ട് വേറൊരു കമ്പനിയിലത്തേക്ക് വിടണമെന്നുള്ള ഒരു ഇതായിരുന്നു മനസ്സിൽ. പക്ഷെ അത് വളരെ പെട്ടെന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പെട്ടെന്ന് നടന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. എല്ലാം നടന്നു. അപ്പോൾ ഇപ്പോൾ ഭർത്താവ് വിദേശത്താണ്, ജോലിയുണ്ട്, ശമ്പളമുണ്ട്, നിങ്ങൾ ഹാപ്പിയാണ്. പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ. അപ്പൊ ഇനി എത്ര ദിവസം ഈ അമ്പലത്തിൽ വരേണ്ടി വരുമെന്നല്ലോ? 7 ആഴ്ചയാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒരു മുടക്കമില്ലാതെ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്? അതെ. ശരി. എന്താണ് ഹസ്ബൻഡിന്റെ പേരെന്താണ്? അനിൽകുമാർ. ഏത് സ്ഥലത്താണ് അദ്ദേഹം? കുവൈറ്റിലാണ്. നേരത്തെ കുവൈറ്റിലാണ്. അതെ. പിന്നെ ഇതിപ്പോ 8ാമത്തെ കൃതിയാണ് മുടങ്ങാതെ വരുന്നത്. പാലക്കാട് നിന്നാണ് വരുന്നത്. അപ്പോൾ 8ാമത്തെ കൃതി മുടങ്ങാതെ ഇതിൽ പൂജ പങ്കെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യം ഫാമിലിയോടെ വന്നു 3 കൃതിക്ക്, പിന്നെ ബാക്കി ഞാൻ മാത്രമേ വരുന്നു. ഇപ്പോൾ 8ാമത്തെ പാലക്കാട് നിന്നും പോകണം. പാലക്കാട് നിന്ന് 25 കിലോമീറ്റർ, 25-30 കിലോമീറ്റർ പാലക്കാട് നിന്നും പോകണം. മാറ്റമുണ്ട്. കുടുംബപരമായിട്ട് വിഷമങ്ങളും കാര്യങ്ങളും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അതിൻ്റെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 8ാമത്തെ പ്രാവശ്യം വന്നിരിക്കുന്നത്. ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇവിടെ വന്നതിൽ മാറ്റമുണ്ട്. നമ്മൾ ഇങ്ങനെ മൊബൈലിൽ കണ്ടാണ് വന്നത്. ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ വരാൻ പറഞ്ഞു. നമ്മളെ രക്ഷയില്ലാതെ ഓടിയ സമയത്ത് ഇങ്ങനെ ഒരു കണ്ട് ഇവിടെ വന്നതിൽ ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ മോക്കൊരു ജോലിയുടെ വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റമുണ്ട് വന്നതിൽ. ഇതല്ലേ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നു. എനിക്ക് ഒരുപാട് പറഞ്ഞാണ് ഞാൻ വന്നത്. എനിക്ക് ഒരുപാട് കടബാധ്യതയുണ്ട്. അതിൽ നിന്ന് അല്പം മോചനം നേടാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ ഇപ്പോൾ 2ാമതാണ് ഞാൻ വരുന്നത്. പിന്നെ വന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അമ്മയെ വിളിച്ചാൽ വിളി കേൾക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞാണ് നമ്മളിവിടെ എത്തിയത്. അങ്ങനെ അറിഞ്ഞുകൂടാതെ ഒറ്റയ്ക്കാണ് ചോദിച്ച് വന്നത്. നമുക്കും ചെറിയ വിശ്വാസം വന്നു തുടങ്ങി. 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം വരണമെന്നുണ്ട്. ഞാൻ കൊല്ലം കുണ്ടറയിൽ നിന്ന് വരുന്നു. ഞാനിങ്ങനെ യൂട്യൂബ് കണ്ടാണ് വരാൻ തുടങ്ങിയത്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഇത് 3ാമത്തെ ആഴ്ചയാണ്.
വന്നതിന് ശേഷം നല്ല മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. പിന്നെ വരണം, ദേവിയെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു മനസ്സിൽ എപ്പോഴും വരണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണിപ്പോൾ. നമ്മുടെ കാര്യങ്ങളിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് സാധിക്കും എന്നുള്ള ഉറപ്പോടു കൂടിയാണ് വരുന്നത്. എത്തുന്ന ഭക്തരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകറ്റുന്ന ഈ ഒരു ക്ഷേത്രം, ലക്ഷ്മി നാരായണ ക്ഷേത്രം, ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് പുറകുവശത്തായിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു ഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ആ ഗ്യാസ് പ്ലാന്റിന് സമീപമാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വ്യാഴം, വെള്ളി, ഞായർ, ചൊവ്വ ദിവസങ്ങളിലാണ് പ്രധാന പൂജകൾ നടത്തുന്നത്. 7 ദിവസങ്ങൾ, തുടർച്ചയായി 7 ദിവസങ്ങൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവസാനിക്കുമെന്നാണ് ഈ അമ്പലത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ എത്തുന്ന ഭക്തരും അങ്ങനെ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.